ഹലോ. ഹലോ. ഹലോ മാഡം. അനീഷ് ഉറങ്ങിയാ? കിടന്നു മാഡം, 10:30 ഇപ്പൊ വിളിച്ചെന്താ മാഡം? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ. അന്നെ മാഡം ഒന്നും വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല, അത് പിന്നെ മാഡം ഞാന് എന്നെക്കാണി വയസ്സില്ലേ, അതുകൊണ്ടാണ്. അതൊന്നും സാരമില്ല. ഞാനെന്നാ ചേച്ചീനെ വിളിച്ചോട്ടെ, പേര് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ചേച്ചിയാണ് ചേച്ചി. ആ, അങ്ങനെ വിളിക്കാം. അനീഷിന് പറ്റുന്നവരെ വിളിച്ചോ. ഇന്ന് ഇത് ഞാൻ ഇത് എടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു വണ്ടി? അനീഷ് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ആ ആ അത് ഞാൻ പഠിപ്പിക്കാം. ഇന്ന് ആരും ഇല്ലാതെ കുറച്ചൊരു ധൈര്യമുള്ള പോലെ എനിക്ക് തോന്നിയില്ല, ചമ്മൽ കുറവായിരുന്നു. അതെയാ? ഞാൻ പിന്നെ അടുത്തന്നെ ഇരുന്ന് പഠിപ്പിക്കുന്നില്ലേ. കുറച്ച് സ്റ്റെയറിംഗ് ബാലൻസ് അത് ശരിയാകുന്നുണ്ട്. അത് ഞാൻ പഠിപ്പിക്കുമ്പോ അനീഷ് കയ്യൊന്നും വലിക്കാണ്ടെന്ന് പറഞ്ഞോട്ടെ. അത് മേഡം, ഇത് ഞാൻ എന്റെ കൈയിന്റെ മേലെ കയറി പിടിച്ചിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോ എനിക്ക് ചെറിയൊരു എന്തോ പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതൊന്നും സാരമില്ല. അങ്ങനെ തന്നെയല്ലേ പഠിപ്പിക്കുവോ? അതെ അല്ലേ. അത് പിന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ പെണ്ണുങ്ങളെ ഒന്നും ഇങ്ങനെ തൊട്ടിട്ടുള്ള പരിചയമൊന്നുമില്ല, അതുകൊണ്ടാണ് എനിക്ക് എന്തോ പോലെ തോന്നിയത്. അതെയോ? അങ്ങനെയൊന്നും തോന്നണ്ടാണ്. അന്നേരം മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു പിന്നെ എന്താ? ഒന്നുമില്ല. ഇനി അനീഷ നാളെ ഉണ്ടാവൂലേ? നാളെ വരൂലേ? നാളെ വരും. ഇന്ന് വന്ന പോലെ 8:30 വന്നാ പോരെ? വന്നാ മതി. അങ്ങനെ തന്നെ വരും. അതാ സൗകര്യം. പിന്നെ കാറ് പഠിപ്പിക്കുമ്പോഴേ ഞാനുണ്ടാവും കൂടെ. പിന്നോ? അല്ല, 2 വീലർ പഠിപ്പിക്കുമ്പോ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റൂലല്ലോ. പിന്നെ അങ്ങനെ പഠിപ്പിക്കുവാ? അത് ഞാൻ കാണിച്ചു തരും. അല്ല, അന്നേരം ബാക്കിൽ ഇരുന്നിട്ട് ഓടിപ്പിക്കല്ലോ ചെയ്യാ? ബാക്കിൽ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് പഠിപ്പിക്കണോ? അല്ല, ഒറ്റയ്ക്ക് ഇത് ഓടിക്കാൻ അറിയില്ല. അത് അല്ലെങ്കിൽ മറിഞ്ഞിട്ട് വീണു പോട്ടെ. അപ്പൊ ഞാനിത് ഇങ്ങനെ പിടിക്കുമ്പോ അനീഷ് കൈ വലിച്ചറിയോ? ഇല്ല എന്നാലും അല്ല, എന്തോ പോലെ എന്നെല്ലാം പറഞ്ഞോണ്ട്. ഇല്ല, പഠിച്ചല്ലേ പറ്റുള്ളൂ. അതെ. അല്ല, എന്തോ പോലെ തോന്നിയ ഗിയർ മാറ്റുമ്പോ എന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അങ്ങനെയല്ലേ ഉണ്ടാവും. അങ്ങനെ തന്നെയല്ലേ പഠിപ്പിക്കൂ. അനീഷ് ഇങ്ങനെ പേടിക്കുന്നു? പേടിച്ചിട്ടല്ല, ഒരു ചെറിയ ചമ്മൽ പോലെ തോന്നിയിട്ടാണ്. ഇങ്ങനെയായിരിക്കുമല്ലോ എല്ലാവരും പഠിപ്പിക്കുക. അങ്ങനെ ചമ്മലൊന്നും വേണ്ട. ഞാനങ്ങനെയാ പഠിപ്പിക്കും. അനീഷിനെ പ്രത്യേകിച്ചിട്ട്. അവന്താ എന്നാ പ്രത്യേകിച്ചിട്ട്? അനീഷിനോട് എന്തോ ഒരു ഇഷ്ടം പോലെ, അതുകൊണ്ടാണ്. അനീഷ് ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ കിടന്നത്. നിങ്ങൾ കഴിച്ചാ? ഞാൻ കഴിച്ചു. എന്നിട്ടാണ് ഞാൻ പേടിയിരിക്കുമ്പോ ഞാൻ വീട്ടിൽ അനീഷിനെ ഒന്ന് വിളിച്ചോക്കട്ടെ. അപ്പോ ഇത് വേഗം തന്നെ പഠിച്ചപ്പോ ലൈസൻസ് കിട്ടുവോ? കുറച്ച് നല്ല ഇതില് ഇതാണ്ടേ, മേലായി വരണ്ടേ, പഠിക്കണ്ടേ, എന്നാലല്ലേ. അല്ലെങ്കിൽ പിന്നെ ടെസ്റ്റിന് പോയിട്ട് പൊട്ടുപോയി. അന്നേരം ടെസ്റ്റിന് പോയാല് വെച്ചെടുക്കാനുള്ള പറഞ്ഞ പഠിക്കണ്ടേ. അതുവരെ ഞാൻ പഠിപ്പിച്ചു തരാം. എന്റെ ചങ്ങായി പറഞ്ഞ അവൻ 2 ആഴ്ച വന്നപ്പോൾ അവന് കിട്ടിയെന്ന് പറഞ്ഞു. 2 വീലർ എടുത്തിട്ടില്ല, കാറിന്റെ മാത്രം എടുത്തിന്. 2 വീലർ പഠിക്കാനാ കുറച്ചും കൂടി വിഷമോ.
ആ അത് ഈ ആ കാലുകുത്തം വരെ മറിഞ്ഞു പോകൂലല്ലേ, ആ അതുകൊണ്ട്. അതന്നെ. ആ അത് കുറച്ച് വിഷമം ഉണ്ടാവും. ഉം. 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 മേഡം അങ്ങനെ മേഡം ഉം. മേഡം ഒറ്റക്കാണോ താമസിക്കുന്നത് അവിടെ? വീട്ടിലൊറ്റക്കാ? അതെ. ഉം. ഉം. ഞാനിവിടെ എനിക്ക് എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഞാനിവിടെ ഇതിന് നിൽക്കുന്നു, വാടകയ്ക്ക്. ആ ഒറ്റയ്ക്കില്ല. എന്തേ? ഞാൻ ചോദിച്ചാണ് രാത്രിയൊക്കെ വിളിക്കുന്നോണ്ട്. അല്ല, അങ്ങനെ ചോദിച്ചതിന്റെ കാരണം കാരണം അല്ല, രാത്രി ഒറ്റക്കൊക്കെ വിളിക്കുമ്പോ ഓ, അങ്ങനെ ചോദിച്ചാ. ആ, 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 അതുകൊണ്ടാ. ഉം. അല്ല, അനീഷിന് ഇപ്പൊ ഒന്നുമില്ലല്ലോ വിളിച്ചതിന്. എനിക്ക് എതിർപ്പൊന്നുമില്ല. നിങ്ങൾ വിളിക്കുന്ന ആൾക്ക് കുഴപ്പമൊന്നുമില്ല. സന്തോഷ. ആ സന്തോഷം തന്നെയാണ്. അല്ല, ഞാൻ ഒറ്റക്കായതുകൊണ്ട് പിന്നെ അങ്ങനെ പിന്നെ ആരും ഇല്ലല്ലോ സംസാരിക്കേ. ഞാൻ വിചാരിച്ച് ഒന്ന് അനീഷിനെ വിളിക്കാന്ന് വിചാരിച്ചിട്ട്. ആ ഞാൻ സാധാ വിളിച്ചാ കുഴപ്പമൊന്നുമില്ലല്ലോ രാത്രി വിളിച്ചാ വെറുതെ ഇരിക്കുമ്പോ. കുഴപ്പമൊന്നുമില്ല. അമ്മയാറ്റം കാണുമെന്നുള്ളതേ. അമ്മ ഉണ്ടാലെന്ന്. ഇല്ല, ഈ സമയത്ത് ഞാൻ എന്റെ റൂമിൽ ഉറങ്ങുന്ന സമയമാണ്. ഞാൻ 10 മണിക്ക് കിടക്കും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. അനീഷ് പുറത്തൊന്നും പോവില്ലേ? പുറത്തെല്ലാം പോക്കുണ്ട്. പണിക്ക് പോയിട്ടാകുമ്പോൾ പുറത്തെല്ലാം പോകും. പക്ഷെ അധികം ഇങ്ങനെ മൊബൈലൊന്നും നോക്കിയിരിക്കൂല. പിന്നെ അത്യാവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ നോക്കും, എന്നിട്ട് അപ്പോൾ ഉറങ്ങും. അപ്പൊ ഈ സമയം വിളിച്ചാൽ കിട്ടുമല്ലേ എപ്പായാലും? ആ ഈ സമയത്ത് ഞാൻ ഫോണെടുക്കും. 7 ദിവസമായാലും കിട്ടൂലേ? ആ ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ. ഒറ്റക്കല്ലേ ഉണ്ടാവും. റൂമിൽ ഒറ്റക്ക് കിടന്നുറങ്ങുന്നതാണ്. സംസാരിക്കാൻ ഒരാളായി, അതുകൊണ്ടാണ്. നേരം എപ്പം വിളിക്കുവാ? അല്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എനക്ക് ഒരു എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരാള് വേണ്ടേ? എനക്ക് പരിചയമുള്ളത് ഇപ്പൊ അനീഷിനെയാണ്. അത് കുഴപ്പമില്ല. അത് ചേച്ചി എപ്പം വേണമെങ്കിലും വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. രാത്രി വിളിച്ചാ ഞാൻ പകല് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് പോയി കഴിഞ്ഞാൽ വിളിച്ചാലേ ഞാൻ പണിയിലുണ്ടാവുക. പകല് വിളിച്ചാല് അന്നേരം ഇങ്ങനെ സംസാരിക്കാൻ അപ്പൊ വിളിക്കൂല. ഞാൻ വീട്ടിൽ വന്നാലേ വിളിക്കൂ. ഇങ്ങനെ അല്ല, ലേറ്റ് ആയിട്ട് വിളിക്കുന്നതുണ്ടെങ്കിലും ഇല്ല. അതൊന്നും സാരമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും വേഗം ഡ്രൈവിംഗ് പഠിച്ചാൽ മതി. അത് ഞാൻ പഠിപ്പിച്ചു തരും. അതുകൊണ്ടൊന്നും ഞാന് ഇത് ബൈക്ക് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാനൊരു ഇത് കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവര് 1-2 വട്ടമൊക്കെ എന്നെ കയറ്റി. അവരെ ഓടിക്കാൻ പറ്റുന്നില്ല, മറിഞ്ഞു പോകുന്നു. അതറിയാണ്ട് ഓടിച്ചാ പിന്നെ മറിഞ്ഞു പോകില്ലേ? അവരോട് പഠിപ്പിച്ചു തരാൻ പറഞ്ഞാൽ അവര് ആയിരിക്കും സമയവും ഇല്ല. പിന്നെ അല്ല, ആരെടുക്കൊന്നും പഠിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ പഠിപ്പിച്ചു തരും. അല്ല, ഞാൻ മുമ്പ് ചോദിച്ചാൽ പിന്നെ എന്റെ ഈ ചങ്ങായിയാ പറഞ്ഞ് ആദ്യം പോയിട്ട് ലൈസൻസ് എടുത്താല് എനിക്ക് എങ്ങനെയോ ഓടിക്കാം, പിന്നെ പ്രശ്നമില്ല, അവര് പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞു. അതെങ്ങനാ? പഠിച്ചു കഴിഞ്ഞാലേ ലൈസൻസ് എടുക്കാൻ പറ്റൂ? അല്ല, അങ്ങനെയല്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പോയാല് അവര് പഠിപ്പിച്ചു തരും, എന്നിട്ട് അവര് ലൈസൻസ് എടുത്തു തരും എന്ന് പറഞ്ഞു. ചങ്ങായിമാർക്കെല്ലാം പോയിട്ട് ചോദിക്കുമ്പോ അവര് കുറച്ച് സമയം എന്തോന്ന് കാണിച്ചു. പിന്നെ സ്വന്തം വണ്ടിയാകുമ്പോൾ വീണെല്ലാം പേടിയായിരിക്കും, ആരും തരൂല. പിന്നെ അവര് പറഞ്ഞ് എന്നാ സ്വന്തമായിട്ടൊരു ബൈക്ക് വാങ്ങിക്കുക, സെക്കൻഡ് ഹാൻഡ്, എന്നിട്ട് അതിൽ നിന്ന് പഠിപ്പിക്കാം. അന്നേരം പറഞ്ഞ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി എടുത്ത് പറ്റിക്കഴിഞ്ഞാല് മൊത്തം ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെയാണ്. അനീഷ് എന്റെ അടുത്ത് തന്നെ വാ, ഞാൻ പഠിപ്പിച്ചു തരാം. എന്റെ അനീഷ് സ്വന്തമായിട്ടൊരു വണ്ടിയെല്ലാം എടുക്ക്. സ്വന്തമായിട്ട് എന്നിട്ട് വണ്ടി എടുക്കല്ല, നമുക്ക് ഗൾഫിലും പോണം. ലൈസൻസ് 4 വീലിന്റെ ലൈസൻസ് കിട്ടിയാൽ വിസയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ചങ്ങായി ഉണ്ട് സൗദി. ഗൾഫ് പോകാനാ? പഠിച്ചു കഴിഞ്ഞിട്ട് 4 വീലിന്റെ ലൈസൻസ് നല്ല ഏലായാൽ സൗദിയിൽ പണിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വിസയുണ്ടെന്ന് പറഞ്ഞു എന്റെ ചങ്ങായി. മോനുണ്ട് അവിടെ. എത്ര മാസം കൊണ്ട്?
ഇത് അങ്ങനെ പറഞ്ഞില്ല, ലൈസൻസ് എടുക്കുന്ന പറഞ്ഞത്. ഓൻ ലീവിന് വരുമ്പോ വിസ ഉണ്ടായിട്ട് നേരെ ഒപ്പരം പോവാന്ന് പറഞ്ഞു. പഠിപ്പിച്ചുതരാം. അപ്പൊ അതാണ് ഒന്നാമത്തെ ലൈസൻസ് എടുക്കുക. അപ്പൊ പിന്നെ അന്നേരം പിന്നെ വെറുതെ ഞാൻ ടൂ വീലർ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഒപ്പരം ഞാൻ നിർമ്മിച്ചാൽ പിന്നെ അതും കൂടി പഠിക്കാം. ഒന്നെല്ലാം വന്നാലും ഇടക്കിടക്ക് വണ്ടി ഓടിക്കാലോ. പിന്നെ ചങ്ങായിമാരെ വണ്ടി കിട്ടും ലൈസൻസ് ആയാലും ഓടിക്കാൻ പഠിച്ചാല്. പിന്നെ പണിക്ക് പോകാൻ ഇവിടുന്ന് തന്നെ പണിക്ക് പോകാൻ വരാനുള്ള അന്നേരം എളുപ്പമല്ലേ. ഗൾഫിൽ പോകുമ്പോ പിന്നെ എന്തിനാ ഇവിടെ ജോലി? അല്ല അതല്ല, അത് ഓൻ വരുമ്പല്ലേ വിസ കൊണ്ടുവരും. അതുവരെ ഇവിടുന്ന് എടുക്കുകയും ചെയ്യാലോ. അതിനു വേണ്ടി പിന്നെ വേറെ ഒന്നുമില്ല. എന്നാ പിന്നെ ഞാൻ നാളെ വിളിക്കാം. ഞാൻ രാവിലെ വരുമല്ലോ. എന്നാ പിന്നെ ശരി ചേച്ചി.